വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓട്സ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് കറിയുടെ ഒപ്പവും നമുക്കിത് കഴിക്കാം. വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതും ഡയബറ്റിക് പേഷ്യൻസിനും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഞ്ഞിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളുടെ എല്ലാ വീടുകളിലും നോമ്പുകാലമൊക്കെ ആകുമ്പം ജീരകക്കഞ്ഞി അല്ലെങ്കിൽ ഉലുവാക്കഞ്ഞി എന്നൊക്കെ പല പേരിൽ കഞ്ഞി വെക്കാറുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റിലാണ് ഈ ഓട്സ് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കുക. ഈ ആശാളി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. മരുന്ന് കഞ്ഞികളിലൊക്കെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ആശാളി ചേർക്കുമ്പോൾ ഈ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. അതായത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും. 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് ആണ്. 1/2 കപ്പ് ഓട്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗ്ലാസ് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കഞ്ഞിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ അരി വെച്ചിട്ടല്ല ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും ആശാളിയും ജീരകവും ഒക്കെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കഞ്ഞിക്ക്. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവർ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുക്കർ നമുക്കൊന്ന് അടച്ചിട്ട് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം ദേ ഇവിടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല കുക്കറിൽ തന്നെ വേവിക്കണം നിർബന്ധമൊന്നുമില്ല. നല്ല കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുത്താലും മതി. അങ്ങനെ വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്നൊക്കെ റെഡിയാവുന്ന ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചൂടാറി വരുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പം വേണ്ടവർ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്തിരി തിക്കായിട്ടുള്ള കഞ്ഞിയാണ് ഇഷ്ടം. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഓട്സ് കഞ്ഞി വെന്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്സ് കഞ്ഞിയുടെ ഒപ്പം നമുക്ക് പച്ചക്കറി മെഴുക്ക് പുരട്ടിയതോ അല്ലെങ്കിൽ മീനിൻ്റെ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ചേർത്ത് കഴിക്കാനാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഓട്സ് കഞ്ഞിയുടെ ഒപ്പം കഴിക്കാനായിട്ട് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ചാള പൊള്ളിച്ചത്. എൻ്റെ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ചാള പൊള്ളിച്ചത്. അധികം ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അത് മൈക്രോവേവിൽ ഉണ്ടാക്കുവാണെങ്കിൽ ചാള പൊള്ളിക്കാനായിട്ട് വെറും 4 മിനിറ്റ് ടൈമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.